അങ്ങനെ ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടു ഈ KPCCയിൽ സെക്രട്ടറി ആവാൻ കഴിവുള്ള അതിപ്രഗത്ഭന്മാരായ മിടുമിടുക്കന്മാരായ ആളുകൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രഗത്ഭന്മാരായ വിദ്യാഭ്യാസം ഉള്ളവരും വളരെ വിവരം തൻ്റെ ഇടം വിജ്ഞാനമുള്ള ശേഷിയും ശേമുഷിയും കഴിവൊക്കെയുള്ള പ്രവർത്തകർ കൂടുതലുള്ള നേതാക്കന്മാർ കൂടുതലുള്ള പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. നിങ്ങൾ നോക്കിയിട്ടാ മോളിൽ നിന്ന് ചോട് വരെ നോക്കിയൊക്കെ എന്താ ഓരോരുത്തരുടെ വിദ്യാഭ്യാസം കഴിവും പ്രവർത്തന പാരമ്പര്യമൊക്കെയുള്ളവർ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിൽ ഇന്നലെ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല ആരെയും സന്ദീപ് വാര്യർ അയാൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണ്, എന്താ അങ്ങേരെ കൊണ്ടൊരു ആവശ്യം ഇപ്പോൾ ഈ പാർട്ടിയിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങേരെ കോൺട്രിബ്യൂഷൻ എന്താണ് ഇപ്പോൾ ഈ പാർട്ടിയിൽ വന്നിട്ട് 2 ദിവസം കൊണ്ടുള്ള കോൺട്രിബ്യൂഷൻ KPCC സെക്രട്ടറി ആക്കാൻ എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. എവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ബൈ ഇലക്ഷനിലാണ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന ബൈ ഇലക്ഷനിൽ മുഴുവൻ കോൺഗ്രസ്സല്ലേ ജയിച്ചേ? അവധി പാർലമെൻറ്റ് ഇലക്ഷനിലും 2 പാർലമെൻറ്റ് ഇലക്ഷനും കഴിഞ്ഞു, ബൈ ഇലക്ഷനുകൾ കഴിഞ്ഞു, അത് മുഴുവൻ കോൺഗ്രസ്സിനല്ലേ ജയിച്ചേ? അത് വേറെ ആൾ പുറമൊന്ന് വന്നിട്ട് വന്നാണോ? ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ രമ്യ ഹരിദാസ് എന്നോട് തന്നെ എത്രയോ 49,000 വോട്ടിനാ രാധാകൃഷ്ണനെ പോലെയുള്ള വളരെ രാധാകൃഷ്ണനെ കുറിച്ചൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണെങ്കിലും എനിക്കൊക്കെ വളരെ നല്ല അഭിപ്രായമുള്ളൊരു നേതാവാണ്. എനിക്കിതല്ല പൊതുവിൽ എല്ലാവർക്കും നല്ല പരിശുദ്ധനായ നല്ല രാഷ്ട്രീയക്കാരനാണ്. സ്പീക്കറായിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ആ രാധാകൃഷ്ണനെ 49,000 വോട്ടിനല്ലേ അയാൾ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്നത്. അത് 12,000 ചുരുക്കിയില്ലേ? എന്ത് ചരിത്രം? 17 ഇരിക്കുമ്പോൾ 17,000 വോട്ടിന് VS വിജയരാഘവൻ ലീഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ചരിത്ര ഭൂരിപക്ഷം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തല്ലേ? ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന 25,000 വോട്ട് ഭൂരിപക്ഷമാണ്. ഇയാൾ വന്നതുകൊണ്ട് അത് അവിടേക്ക് എത്തിയില്ല. സന്ദീപ് വാര്യർ വന്നതുകൊണ്ട്. സന്ദീപ് വാര്യർ എന്നാ വന്നത്? ഇലക്ഷൻ്റെ തലേസാ. അല്ല, നിങ്ങൾ ആലോചിക്കും ഈ ഭൂരിപക്ഷം എന്തായി മനസ്സിലാക്കിയ ഒരു ഭൂരിപക്ഷം കൂട്ടാൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പറയണമെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് സന്ദീപ് വാര്യർ ഒരു കൺവെൻഷൻ വയ്ക്കട്ടെ. ഇവിടെ സന്ദീപ് വാര്യരുടെ ഫോളോവേഴ്സിൻ്റെ ഒരു കൺവെൻഷൻ BJPയുടെ ആണെങ്കിൽ അവിടുന്ന് ഒരു കൺവെൻഷൻ വയ്ക്കട്ടെ. എന്നിട്ട് അത് അയാളുടെ കഴിവും പ്രാപ്തിയും ഒന്ന് പ്രൂവ് ചെയ്തിട്ട് എന്നിട്ട് അയാൾ വരട്ടെ. അപ്പോൾ കൺവെൻഷൻ്റെ മെറിറ്റ് അനുസരിച്ച് നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന സ്ഥാനങ്ങളിൽ കൊടുക്കാം. അല്ലാണ്ട് KPCC സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര മോശമുള്ള ഒരു പോസ്റ്റാണോ ഈ സന്ദീപ് വാര്യരെ പോലെയുള്ള ഒരാൾക്ക് കൊടുക്കാനായിട്ട്? ഇവിടെ കഴിവും പ്രാപ്തിയുള്ള മിടുക്കന്മാർ അനവധിയുണ്ട്. അവർ ഒരു അവസരം കാത്തു നിൽക്കുകയാണ്. എല്ലാവർക്കും MLA MP മന്ത്രിയും അല്ലെങ്കിൽ മറ്റ് കോർപ്പറേഷൻ ചെയർമാൻമാരാവാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അവരുടെ ആവശ്യം സംഘടന ചുമതല കിട്ടുക എന്നുള്ളതാണ്. ഞാൻ ICC മെമ്പറായിരുന്നു. അപ്പോൾ എനിക്കത് വലിയൊരു അംഗീകാരമായിരുന്നു. നിസ്സാര കാര്യമല്ല ICC മെമ്പർ എന്ന് പറഞ്ഞാൽ. ഞാനതിൽ തൃപ്തനായിരുന്നു. അതിലുള്ള ആളുകൾ എത്ര ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എത്ര കാലങ്ങളായിട്ട്. അപ്പോൾ ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞിട്ട്, നിങ്ങൾ CV ബാലചന്ദ്രൻ അറിയില്ലേ? അയാൾ DCC പ്രസിഡൻ്റായിട്ട് കുറേ കാലം നിന്നു. അയാൾ പല ഇലക്ഷനുകളും ഇവിടെ അയാളുള്ളപ്പോൾ നടത്തിയൊക്കെ ജയിച്ചാണ്. അയാൾ DCC പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞു. അയാൾക്ക് ഇപ്പോൾ എന്താ പോസ്റ്റ്? അയാൾ പ്രവർത്തന രംഗത്തുണ്ട്. അയാളുടെ ഈ ഇലക്ഷനിൽ ഇവിടുത്തെ ഈ മണ്ഡലം നോർത്ത് മണ്ഡലം ആണിത്. ഈ നോർത്ത് മണ്ഡലത്തിൻ്റെ ചാർജ് അയാൾക്കായിരുന്നു. 24 hours ഓഫീസിലിരിക്കുന്ന കാര്യങ്ങൾ നടത്താണ്, ഭംഗിയായിട്ട് നടത്തി. അയാൾക്കൊരു പോസ്റ്റിംഗ് കൊടുക്കണ്ടേ? ഞാൻ അയാൾക്ക് കൊടുക്കണമെന്നല്ല, അയാളെപ്പോലെ ഇപ്പോൾ തൃശ്ശൂർ TV ചന്ദ്രമോഹനെ കേട്ടിട്ടില്ലേ? എത്ര കാലമായിട്ട് അയാൾ പുറത്ത് നിൽക്കുകയാണ്. അയാളെക്കുറിച്ച് വല്ല ആരോപണമുണ്ടോ? അയാൾക്ക് വിദ്യാഭ്യാസമല്ലേ, വിവരമില്ലേ, നല്ല സംഘാടകനല്ലേ? അയാൾക്ക് ഇതുവരെ ഒരു പോസ്റ്റിംഗ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലാ ജില്ലയിലും നിൽക്കുന്നുണ്ട് പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. അവർക്ക് അത്തരം ആളുകളെ പരിഗണിക്കട്ടെ. ഇയാളുടെ അല്ലാണ്ട് ഇയാൾ പെട്ടെന്ന് ചാടി വന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ അതിൻ്റെ മുകളിൽ കയറി പൊത്തിപ്പിടിച്ച് കയറി നിന്നു. പിന്നെ ആർക്കും കയറി നിൽക്കുക? ആ സമയത്ത് ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഇപ്പോൾ ഒരാൾ പ്രിയങ്ക ഗാന്ധി നിന്ന സ്റ്റേജിൽ ഇയാൾ കയറി നിന്നു എന്ന് പറഞ്ഞു കേട്ടു. അവിടെ ഇവിടെ പ്രതിപക്ഷ നേതാവിന് അവിടെ സീറ്റ് ഉണ്ടായിരുന്നില്ല, ഇയാളവിടെ കയറി നിന്നു എന്ന് പറഞ്ഞു കേട്ടു. അങ്ങനെ ആർക്കും നിൽക്കാം. പിന്നെ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ചൊരു സ്വഭാവം അനുസരിച്ച് ആരും ഇറങ്ങിപ്പോകാൻ പറയില്ല. ബട്ട് മുരളീധരനുള്ള കാലത്ത് മാത്രമേ അധികം KPCC പ്രസിഡന്റ് ആകുമ്പോഴാണ് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന്. അപ്പോൾ സ്റ്റേജിലൊന്നും അനർഹരായിട്ടുള്ള ആരും കയറി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു. അതിക്ക് മുമ്പെന്താ ഒരു നിങ്ങൾക്ക് കണ്ടിട്ടുള്ളതല്ലേ, കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വരും, അവരിയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള കസേരയിൽ ഒഴിവുള്ളിടത്ത് മുഴുവൻ കണ്ടോ മുഴുവൻ കയറിയിരിക്കും, കുറേ ആളിലിരിക്കും. അതായത് ഇയാളും കയറിയിരുന്നു, ഇയാൾ ഇറങ്ങിപ്പോണ്ടെന്ന് പറഞ്ഞു. അല്ലാണ്ട് ഇയാൾക്ക് ഈ 2 ദിവസം കൊണ്ട് വന്നിട്ട് എന്താ പാർട്ടിക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഇയാൾ കൊടുത്തിട്ടില്ലേ? അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അഭിപ്രായമില്ല ഇയാളെ. സന്ദീപ് വാര്യരെ ഞാൻ അറിയില്ല, അയാളോട് എനിക്കൊരു വിരോധമില്ല. അയാൾ അംഗീകരിക്കണം, അയാളുടെ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് നമ്മൾ അംഗീകരിക്കണം. അത് വേണം, അതിന് കുഴപ്പമൊന്നുമില്ല. ആർക്കും വേണമെങ്കിൽ വരാം. കോൺഗ്രസ് വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ്. പക്ഷേ അല്ല, KPCC ഭാരവാഹിത്വം കൊടുക്കുന്നതിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണമെന്നേ.
ഞാൻ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ്. KPCC പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളുണ്ട്, ഞാനല്ല തീരുമാനിക്കുക, പാർട്ടി തീരുമാനിക്കുക ഇല്ലേ. ഇപ്പോൾ സുധാകരൻ അതിപ്രഗത്ഭനായിട്ടുള്ള KPCC പ്രസിഡൻ്റാണ്, മോശക്കാരനല്ല, എല്ലാവർക്കും വലിയ പ്രതീക്ഷയുള്ള പ്രസിഡൻ്റാണ്. അവൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതിൽ നല്ല കഴിവും പ്രാപ്തിക്കുള്ള ആളാണ്. അവരൊന്നും ആരും മോശക്കാരല്ല. അവർക്ക് പാർട്ടി ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കും, അതിലൊന്നും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ തീരുമാനം എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതിനുള്ള അർഹത അങ്ങേർക്കുണ്ടോ എന്ന് ചിന്തിക്കണം. അർഹമായിട്ടുള്ള ആളുകൾ പലരും പാർട്ടിയുടെ അകത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് ഒരു ജനാധിപത്യ ഇങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇത്രയും കാലം അയാൾ BJPയിൽ നിന്നിട്ട് BJPക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം പറഞ്ഞു, കോൺഗ്രസിനെ കുറ്റം പറഞ്ഞു. അയാൾ അത് വല്ലതും വിഡ്രോ ചെയ്തിട്ടുണ്ടോ? അയാൾ പാർട്ടിയിൽ വന്നിട്ട് മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷമാണ് ഈ RSSന് അയാൾ സ്ഥലം കൊടുക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരാ ചെയ്യുമോ? അയാൾ അമ്മ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും ശരി അയാൾ കൊടുക്കുമോ? ഞാൻ കൊടുക്കില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, ഒന്നും പറഞ്ഞു ഞാൻ കൊടുക്കില്ല. എന്താ വെച്ചാൽ അത് പാർട്ടി, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ്സുകാരനെ ചെയ്യാൻ സാധിക്കില്ല. അയാൾ ചെയ്തില്ലേ? അയാൾ അപ്പോൾ എന്ത് രാഷ്ട്രീയ, അപ്പോൾ എന്താ വെച്ചാൽ അയാളെ മനസ്സിൽ കോൺഗ്രസ് ആയിട്ടില്ല. എനിക്കെന്ത് കിട്ടും, എന്ത് നേട്ടമുണ്ട് എന്നനുസരിച്ച് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അയാളൊന്നും വിശ്വസിച്ചിട്ട് അങ്ങനെ ഇത്ര വലിയ പൊസിഷനിലൊന്നും വയ്ക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല.